ഒരു കുടക്കീഴിൽ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവരുടെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടാൻ പോവാണെന്ന്, ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഈ അവസരത്തിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മളുടെ ജൂൺ 23 നടക്കുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ് തന്നെയാണ്. നമുക്ക് ജൂൺ 23 മലപ്പുറത്ത് ഏകദേശം 1500ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നടക്കാൻ പോവാണ്. സത്യത്തില് നമ്മളെ ലീഡേഴ്സിനോട് നന്ദി പറയണം. കാരണം ഇത്തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് ഒരുക്കി തന്ന ഈ ലീഡേഴ്സ്, തീർച്ചയായിട്ടും നമുക്ക് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇത് വെറും ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് അല്ല, ഇത് നമ്മളുടെ ബിസിനസ്സിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഈ ഒരു ട്രെയിനിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തില് മാത്രമല്ല, നമ്മളുടെ ബിസിനസ്സില് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ മലപ്പുറം ജില്ലയില് ബിസിനസ് വലിയ രീതിയിൽ കുതിച്ചു കയറുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് കിട്ടിയതും എല്ലാം നമ്മളുടെ ബിസിനസ്സില് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. കാരണം നമ്മള് 8 മണി എന്ന് പറഞ്ഞിട്ട് 8:05 ആയപ്പോഴേക്ക് ഏകദേശം 600ഓളം ആളുകള് നമ്മളുടെ വെബ് മീറ്റിംഗിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഫീൽഡില് വളരെയധികം ആക്റ്റീവ് ആണ്, നമ്മൾ എക്സൈറ്റഡ് ആണ് എന്നുള്ളതിന്റെ പ്രൂഫാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഈ ഒരു ആവേശം കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമാണ്. നമ്മൾ മലപ്പുറം ജില്ലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ലീഡർ ആണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എക്സൈറ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരും. എന്തായാലും ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഞാൻ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ, ITC ലീഡർ, ഗോയിങ് WTC ശൈലേഷ് സാർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇൻവൈറ്റിംഗ് ശൈലേഷ് സാർ, പ്ലീസ് സാർ. എന്റെ സൗണ്ട് ഓക്കെ ആണോ സാറേ? ഓക്കെയാണ് സാറേ, ഓക്കെയാണ്. ഗുഡ് ഈവനിങ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ വേണ്ടപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സുരേഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ വലിയൊരു ബിസിനസ് ഡെവലപ്മെന്റ് ആവശ്യമായ രീതിയിലുള്ള ഒരുപാട് ഗ്രേറ്റ് ലെജൻഡുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഓൺലൈൻ മീറ്റിങ്ങിലൂടെ കിട്ടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ബഹുമാനായ സോമൻ സാറും അതേപോലെ തന്നെ ബെൽനി സാറും ഷാജി സാറും പ്രധാനപ്പെട്ട ITC ലീഡർമാരൊക്കെ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. നമ്മൾ ഒരുമിച്ച് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ ഒരു വലിയ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ഘട്ടഘട്ടമായി ലീഡേഴ്സിന്റെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കമ്പനി GTS സെന്റർ ഉൾപ്പെടെ അതേപോലെ തന്നെ ഒരുപാട് ട്രെയിനിങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. ബേസിക് ട്രെയിനിങ്ങൾ, അതേപോലെ പ്രോഡക്റ്റ് ട്രെയിനിങ്ങൾ, ഇതൊക്കെ വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അതീതമായി നമ്മൾ ഒരുപക്ഷെ ഓരോ ഗ്രൂപ്പിന്റെ പ്രതീകമായിരിക്കും ഓരോരുത്തരും, ഓരോ ടീമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു സപ്പോർട്ടായിട്ടാണ് ഇനി മാറാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനീന്റെ എല്ലാ ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലേക്കാട്ടും കൂടുതൽ, പ്രത്യേകിച്ച് കേരള മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ, ഏറ്റവും കൂടുതൽ ബിസിനസ് ട്രെയിനിങ്ങൾ കൊടുക്കുന്നത് ഹാർവസ്റ്റെക്സ് അക്കാഡമി എന്ന് പറയുന്ന നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ നമ്മളൊരു കോമൺ പ്ലാറ്റ്ഫോമിലാണ് പല ലീഡർമാരും നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പുതിയ ജനറേഷൻ അത് അറിയാൻ സാധ്യതയില്ല. കേരളത്തിൽ ഏതാണ്ട് 2-3 കൊല്ലക്കാലം മുന്നേ ഹാർവസ്റ്റിന്റെ ഒരുപാട് ട്രെയിനിങ്ങൾ, SLSL പോലെയുള്ള സക്സസ്ഫുൾ ലെസൺസ് ഫ്രം സക്സസ്ഫുൾ ലീഡേഴ്സ് എന്ന രീതിയിൽ ഒരു നല്ലൊരു ട്രെയിനിങ് ഞങ്ങൾക്ക് കോഴിക്കോട് വെച്ച് കിട്ടിയിരുന്നു. അത് ഞങ്ങളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടും വലിയ ഗ്രേറ്റ് ലെജൻഡുകൾ, ഒരുപക്ഷെ 40 ലാക്ക് 50 ലാക്ക് 1 crore ഒക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നേരിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ട സമയത്ത് നമ്മൾക്ക് ഇതിനോടൊരു 5-10 വർഷക്കാലം ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ തന്നെയുള്ള ഒരു വിശ്വാസം ആർജിക്കാൻ അത്തരം ട്രെയിനിങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മേഖലയിൽ നമ്മൾ അപ്ലൈൻ ലീഡറെ കണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലീഡർമാരെ മാത്രം കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ബിസിനസിനെ പറ്റിയും ഈ കമ്പനിയെ പറ്റിയും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിരുന്നാൽ നമ്മൾ ഒരു പറ്റം കമ്പനിയുടെ GTS സെന്റർ വന്നതോടുകൂടി ഒരുപാട് ഗ്രേറ്റ് ലെജൻഡുകൾ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ പല ഏരിയയിൽ വരുന്നതോടുകൂടി നമുക്ക് ഇതിന്റെ ഒരു വിശ്വാസവും കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് അവരുടെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സ്പീച്ച് മാത്രമേ അവർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു തുടക്കം അത് പ്രോഡക്റ്റ് ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതെങ്കിൽ
ഭാവിയിൽ പലതരത്തിലുള്ള ട്രെയിനിങ്ങിലേക്ക് അത് മാറും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരുപറ്റം ഗ്രേറ്റ് ലെജൻഡുകളുടെ ഒരുപറ്റം എക്സ്പീരിയൻസ് നമുക്ക് ഇനി കിട്ടാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? നമുക്കറിയാം, ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് റിസ്കുകൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ പണം ഉണ്ടാക്കാനാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ശരിക്കും പണത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത്. നമുക്ക് ബികോം പഠിച്ച MBA ഒക്കെ പഠിച്ച ആളുകളെ കൂട്ടത്തിലുണ്ട്, അവർക്ക് മനസ്സിലാവും. റെമ്യൂണറേഷൻ ഫോർ ദ റിസ്ക് ഈസ് ഈക്വൽ ടു മണി എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ എത്രമാത്രം റിസ്ക് നമ്മൾ എടുക്കുന്നോ അതിനുള്ള പ്രതിഫലമാണ് പണം എന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മൾക്കൊരു റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കേരള മാർക്കറ്റ്, പ്രത്യേകിച്ച് മലപ്പുറം മാർക്കറ്റ്, അതേപോലെ കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ഏരിയയിലുള്ള മലബാർ ഏരിയ കേന്ദ്രീകരിച്ച് ഒരു വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഏറ്റവും നമുക്ക് ഗുണകരമായി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മൈലേസ്റ്റർ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയ അച്ചീവേഴ്സായ ആളുകളൊക്കെ ഈ മലബാർ ഏരിയയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മലപ്പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണൂരായിക്കോട്ടെ, അല്ലെങ്കിൽ വയനാടായിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, തൃശ്ശൂർ ഭാഗത്തായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഗ്രേറ്റ് ലെജൻഡുകൾ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാക്കി നമുക്ക് ഈ മലബാർ ഏരിയനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനി GTS സെന്ററുകളിലും നല്ല രീതിയിൽ ഒരു ക്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് സെന്റർ ആയിട്ട് പോകണം. ഞങ്ങൾക്ക് വളരെ അഭിമാനം ഉണ്ടായി. ഒരു കാലഘട്ടത്തിൽ കോഴിക്കോടായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച GTS സെന്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഏരിയയിൽ മലപ്പുറത്തുനിന്നും തൃശ്ശൂരിൽ അതേ കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ അങ്ങനെ എത്തിപ്പെടുന്ന സമയത്ത് അന്ന് ബീച്ചിൽ ഗുജറാത്തി ഹാൾ എന്ന് പറയുന്ന ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ആ മീറ്റിംഗിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ ഒരു ഗസ്റ്റ് വന്ന് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടക്കക്കാരൻ ഒരാൾ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ സെയിൽസ് റേഷ്യോ ഭയങ്കര കൂടുതലായിരുന്നു. അതേപോലെ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ബിസിനസ്സിനെ ഒരു പക്ഷേ ഒരു 10x അല്ലെങ്കിൽ 20-50x ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബെറ്റർ ആക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏരിയ ബേസ്ഡ് GTS സെന്ററുകളെ മാക്സിമം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിന്റെ പിന്നിൽ ഉദ്ദേശം. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസിന്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും വിശ്വാസമാണ് ഇൻവെസ്റ്റ്മെന്റ്. പ്രത്യേകിച്ച് കാശൊന്നും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ചെലവഴിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 13,000 രൂപ അല്ലെങ്കിൽ 16,000 രൂപയ്ക്ക് വെർത്തായ, അല്ലെങ്കിൽ നമ്മൾക്ക് 100% ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു മുതൽ മുടക്ക് ഇതിന്റെ പിന്നിൽ വരുന്നില്ല. അത് ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ എപ്പോഴും എൻ്റെ ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 3 വട്ടം വരിച്ചാൽ ഈ ബിസിനസ് കൊള്ളാൻ പറ്റുന്നതാണ്, ബിസിനസ്സാണോ മോശപ്പെട്ട ബിസിനസ്സാണോ, അല്ലെ എനിക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റുമോ വിജയിക്കാൻ പറ്റില്ലോ എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്ന് ഞാൻ പറയാറുണ്ട്. അതിൽ ഒന്നാമത്തെ വട്ടം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, രണ്ടാമത്തെ വട്ടം എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്, മുകളിലുള്ള നമ്മളൊരു വട്ടം വരയ്ക്കുകയാണ്, അത് നമ്മളാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ പ്രൊഡക്റ്റ് എലമെന്റ്സ് വെൽനസ് ആയിക്കോട്ടെ, ഓൺ ആൻഡ് ഓൺ ആയിക്കോട്ടെ, അതിൽ 100% വിശ്വാസമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ബിസിനസിന്റെ അകത്ത് ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്നത്, ഫോർ എക്സാമ്പിൾ സുരേഷ് സാർ ഇപ്പൊ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സുരേഷ് സാർ എന്ന് പറയുന്ന വ്യക്തിനെ കണ്ടിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അയാൾ തരുന്ന വിശ്വാസത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അദ്ദേഹം എനിക്ക് തരുന്ന പ്രൊഡക്റ്റിലാണ് പിന്നെ ഞാൻ കയറി പിടിക്കുന്നത്. പക്ഷെ അങ്ങനെ എളുപ്പത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് വളരെ പെട്ടെന്ന് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധ്യത ഈ ബിസിനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ്? അമേസിംഗ് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റാണ് നമുക്ക് തരുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയ പ്രൊഡക്റ്റാണ് നമുക്ക് തരുന്നത്. ആളുകളുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പാടെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് തരുന്നത്. അതുകൂടാതെ നമ്മുടെ ഫാമിലിക്കൊക്കെ എല്ലാ ഏജിലുള്ള ആളുകൾക്കും ടോപ്പ് ലെവലിലുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ആളുകൾക്ക് ഇത് നമുക്ക് കാര്യമായ കണ്ടന്റുകളോ ഇതിനെ പറ്റിയുള്ള റിസർച്ച് നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇല്ലെങ്കിലും, സത്യത്തിൽ ഇത് എങ്ങനെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്ന ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും നമ്മളെ അനുഭവങ്ങൾ മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പ്രൊഡക്റ്റുകൾ വിറ്റുപോകാറുണ്ട്. അവരുടെയും എക്സ്പീരിയൻസ് നമ്മൾക്ക് മുതൽക്കൂട്ടായി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ട്രസ്റ്റഡ് ആണ് ആളുകൾ പ്രൊഡക്റ്റിന്റെ അകത്ത്. അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള 3 വിശ്വാസങ്ങളാണ് സത്യത്തിൽ ഈ ബിസിനസിന്റെ അകത്ത് കൂടുതൽ വേണ്ടത്. ഒന്ന്, നമ്മളിൽ വിശ്വാസം ഉണ്ടാവുക, 2 കമ്പനിയുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടാവുക, 3 കമ്പനിയിൽ വിശ്വാസം ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളെ മൈലേസ്റ്റർ മാർക്കറ്റ് സക്സസ് ആവാൻ വേണ്ടു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ബാക്കിയുള്ള ഗ്രേറ്റ് ലെജൻഡുകൾ സംസാരിക്കാനുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മൈലേസ്റ്റർ മാർക്കറ്റ് വരുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവായ ഒരു ചിന്താഗതി എനിക്കുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇത് ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ, ഇത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകില്ലേ, ഇനി ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പുറത്തു കൊടുത്താൽ അതിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും, ഇങ്ങനെ അനാവശ്യമായ കുറേ ചിന്തകൾ. ഒരാൾക്ക് പേടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരാജയ ഭീതി വരാനുള്ള കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അറിവില്ലായ്മ.
അറിവില്ലായ്മയാണ് ഒരാൾക്ക് പരാജയ ഭീതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് മനസ്സിലായി, എന്റെ അസുഖം എന്താണെന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഞാൻ ഈ നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രോഡക്റ്റിനെ പറ്റി കൃത്യമായി പഠിക്കാനുള്ള ഒരു അവസരവും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. അത് ചെന്നൈയിൽ വെച്ചിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതേപോലെ അനീഷ് സാറിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയോട് കൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വളരെ പെർഫെക്റ്റ് ആണ്. എന്തിനും സംശയം തീർന്നില്ല. എന്റെ അമ്മയുടെ അഞ്ചത്തിനമള BAMS ആണ്, ഇപ്പൊ MD ആണ്, ആയുർവേദ MD ആണ്. ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുടുംബത്തൊക്കെ അറിയാം, ഡോക്ടർമാർ എഞ്ചിനീയർമാരായ സമയത്ത് എന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാത്ത ഞാൻ ഞങ്ങളോട് പറയുകയാണ്, അനിഷ്മ എന്ന പേര്, അനിഷ്മേ, നീ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലൈഫ് കിട്ടും. അങ്ങനെയാണ് ശൈലേഷ് ചേട്ടാ, നിങ്ങൾക്ക് ലൈഫ് കിട്ടുന്ന കാര്യമല്ലേ, ഞാൻ കൃത്യമായി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിനെ പറ്റി എന്നോട് പറഞ്ഞു തന്നു. അത് നോവേദന ജെല്ലും, അതേപോലെ തന്നെ ചാമ്പ്യൻ തൈലവും, നോവേദന ക്യാപ്സ്യൂളും, അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകളായിരുന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതായിരുന്നു അവള് പറഞ്ഞു തന്നു. അതിലുണ്ടാവുന്ന ഒരു വിശ്വാസം, മഞ്ചിഷ്ട എന്താണ്, പുതിന, പിന്നെ അതേപോലെ തന്നെ പുനർനവ എന്താണ്, പുനർനവ തന്നെ തഴുതാമിയാണ്. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള കുറെ കണ്ടന്റുകൾ ഉണ്ട്. അങ്ങനെ ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, ഇതിന്റെ അകത്തുള്ള ഇവരുടെ ഡോക്ടർമാരുടെ ഭാഷ അറിയില്ലായിരുന്നു. അങ്ങനെ ഇവളതൊക്കെ മലയാളീകരിച്ച് പറഞ്ഞു തന്നു. മലയാളീകരിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അതിന്റെ സൈറ്റിൽ അടിച്ചു നോക്കി. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചു, ഇതാണോ ചോദിച്ചു, അതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇലയും തണ്ടും ഒക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ ചിത്രങ്ങളും ഇംഗ്ലീഷിലുള്ള സാധനത്തിന്റെ മലയാളത്തിലേക്ക് ഒരു ഫയൽ ഉണ്ടാക്കി. ആ ഫയൽ ഞാൻ എൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും ഒക്കെ കൃത്യമായി കൊടുത്ത് പഠിപ്പിച്ചെടുത്തു. അങ്ങനെ എൻ്റെ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസത്തെ എൻ്റെ എഫേർട്ട് എന്തായെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയിലേക്ക് മാസ വരുമാനത്തിലേക്ക് എന്നെ എത്തിച്ച കമ്പനിയുടെ പേരാണ് മൈലിസ്റ്റർ മാർക്കറ്റിംഗ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ പ്രൊഡക്റ്റ് ട്രെയിനിങ് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഒരു ലിവഗൈൻ സിറപ്പ് കുടിച്ചാൽ ലിവർ ഫംഗ്ഷൻ എങ്ങനെയാണ് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗനിൽ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ഒരു കവചപ്രാശം കഴിച്ചാൽ അത് നമുക്ക് എങ്ങനെയാണ് ഓർഗനിൽ മെമ്മറി എങ്ങനെയാണ് ബൂസ്റ്റപ്പ് ആവുന്നത്, ലിവർ ഫംഗ്ഷൻ എങ്ങനെയാണ് ബൂസ്റ്റപ്പ് ആവുന്നത്, നാഡീ നെർവുകൾക്ക് എങ്ങനെയാണ് ബൂസ്റ്റപ്പ് ആവുന്നത്, വൈറ്റമിൻ സപ്ലിമെന്റ്, ഫുഡ് സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമുക്കുള്ളത്, അത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ആരും ഡോക്ടർമാരല്ല, പക്ഷെ നമ്മൾക്ക് വീട്ടിലെ ഡോക്ടർ ആവാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയാ ആരോഗ്യ സംരക്ഷണത്തിന് നമുക്ക് ഒരു കൃത്യമായ രീതിയിൽ ഒരു മറുപടി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റ് ട്രെയിനിങ് മിസ് ചെയ്യരുത്. നമുക്ക് മറ്റേ മലപ്പുറത്ത് വെച്ചിട്ട് ദിൽനാമയുടെ ഓൾറെഡി എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആന്ധ്രയിൽ കൂടി ബിസിനസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ കോഴിക്കോട് ബിസിനസ് നടന്ന സമയത്ത് സോമകുമാർ സാറിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് അദ്ദേഹം മേഡം വരുന്നത്. അപ്പൊ സോമകുമാർ സാറിനോട് പലതവണ എന്നോട് പറഞ്ഞിരുന്നു, നല്ല ട്രെയിനിങ് ആണ് സാറേ, മസ്റ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ട്രെയിനിങ്ങിൽ എൻ്റെ ഏതാണ്ട് 300-ലധികം ആളുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അവരൊക്കെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഞാൻ അറിഞ്ഞത് ഏറ്റവും നല്ല ട്രെയിനിങ് ആണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് എൻഗേജ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും ഒക്കെ ഞാനും ആ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പോലെ 10 രൂപയുടെ നോട്ട് ബുക്കും 10 രൂപയുടെ പെന്നുമായിട്ട് ഞാനും അവിടെ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം വളരെ കണ്ടന്റ് ആയിട്ടുള്ള, വളരെ നല്ല പവർഫുൾ ആയ സ്ലൈഡുകളോടുകൂടി സംസാരിക്കുന്ന, വളരെ എന്താ പറയുക ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് ഇത് ബോഡിയിൽ എഫക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന, പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് കൺവേർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. അതുകൊണ്ട് എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് നിങ്ങൾ ഓരോരുത്തരും ആ മീറ്റിംഗിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഉണ്ടാവണം എന്നതാണ് എനിക്ക് ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങളോട് ഓരോരുത്തരും ഉദ്ബോധിപ്പിക്കാനുള്ളത്. അപ്പൊ എനിവേ ബാക്കി കാര്യങ്ങളെല്ലാം സുരേഷ് സാർ കോർഡിനേറ്റ് ചെയ്യും. ഗ്രേറ്റ് ലെജൻഡുകൾ സംസാരിക്കാനുണ്ട്. എന്തായാലും അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മീറ്റിംഗ് വളരെ ഭംഗിയായി നടക്കട്ടെ എന്നും നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തന്നെ ഇത് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളി ബുക്ക്ഡ് ആക്കിയിട്ട് ഇന്നോട് കൂടി അത് ക്ലോസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സുരേഷ് സാറിന്റെ കോർഡിനേഷനിലാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഒരുപാട് നല്ല കാര്യത്തിനുള്ള തുടക്കമാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ സഹായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം തീർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. എന്തായാലും ശൈലേഷ് സാർക്ക് നല്ലൊരു ഓൺലൈൻ കയ്യടി നമുക്ക് കൊടുക്കാം. കാരണം സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ശരിക്ക് മനസ്സിലായി എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. മാത്രവുമല്ല, ഞാൻ ഫസ്റ്റില് ആ ഒരു ആവേശത്തിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പേര് സുരേഷ്, ഞാൻ ITC ലീഡറാണ്, മലപ്പുറത്താണ് എന്റെ സ്വദേശം. ഇന്ന് ശരിക്കും ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ശൈലേഷ് സാർ എന്നോട് 1000 പേരുടെ ലിങ്ക് തരാമെന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു 1000 പേരുടെ ലിങ്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മള് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 8:10 ആയപ്പോഴേക്ക് നമ്മൾ 1000 ക്രോസ് ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ ഈ ഒരു മീറ്റിംഗ്. ശരിക്ക് മലപ്പുറം എന്ന് പറഞ്ഞാല്, ശരിക്കും ഞാൻ പറയാം, ശരിക്കും മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ബിസിനസ് വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഇന്നത്തെ മീറ്റിംഗ്. കാരണം ഈ ഒരു വെബ് മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ മലപ്പുറത്ത് ബിസിനസ് ചെയ്യുന്ന ലീഡേഴ്സിന് മാത്രമേ അയച്ചു കൊടുത്തിട്ടുള്ളൂ.
അല്ലാണ്ട് കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ട് ലീഡേഴ്സിനും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. മലപ്പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇന്ന് ഈ വെബ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന 1000 പേരും മലപ്പുറത്ത് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. എന്തായാലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് അടുത്ത ഒരു ഗ്രേറ്റ് ലീഡർ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു ആശയം നമുക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ചെയ്യാമെന്ന് നമുക്ക് നമ്മളെ ഇൻഫോം ചെയ്ത നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് സോമകുമാർ സാറ്, അതേപോലെ തന്നെ ബെൽനി സാറ്. ഇവർ രണ്ടുപേരും ആണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ധൈര്യം തന്നത് ഇവർ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് ധാരാളം കേൾക്കാനുണ്ട്. മാത്രമല്ല നമ്മളുടെ മലപ്പുറത്ത് ബിസിനസ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ആണ് ഇന്ന് നമുക്ക് ഇവിടെ ട്രെയിനിങ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സോമകുമാർ സാർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക. നമുക്ക് സോമകുമാർ സാർ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അദ്ദേഹം ഈ ബിസിനസ്സിൽ കോടികൾ വരുമാനം ഉണ്ടാക്കിയ ആളാണ്. നമ്മളുടെയൊക്കെ ഒരു റോൾ മോഡൽ ആണെന്ന് പറയാം. കാരണം നമ്മളൊക്കെ സോമകുമാർ സാർ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ സർ, താങ്ക് യു. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റിംഗ് അവർ ഗ്രേറ്റ് ലീഡർ സോമകുമാർ സാർ. ഓക്കെ താങ്ക് യു. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഒന്ന് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഒരു കൂട്ടായ്മ മൈ ലൈഫ് സ്റ്റൈലിന്റെ എല്ലാ കുടുംബങ്ങളും, കാരണം എല്ലാ കുടുംബങ്ങളും നമുക്കറിയാം മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആ കുടുംബങ്ങൾ. അപ്പൊ എന്നാൽ നമുക്ക് കമ്പനി ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഇതേപോലെ നല്ല, അതായത് എത്ര വെള്ള സൂം ഉണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും കൃത്യസമയത്ത് ഇപ്പൊ തന്നെ 1000 ആൾക്കാർ കഴിഞ്ഞിട്ട് പല ആൾക്കാരും വിളിച്ചു, സാർ എനിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മുമ്പില് ഈ വരുന്ന 23-ാം തീയതി നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ്. നമുക്കറിയാം പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നല്ലേ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ. അപ്പൊ നമുക്കത് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്കന്ന് 23-ാം തീയതി വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ എന്നാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ അതിലിടക്ക് ഞാൻ ശൈലേഷ് സാറിന് വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ടായിട്ടും പുറത്തൊക്കെ പല സമയത്തും കിട്ടാറില്ല ഇപ്പം. അപ്പൊ എന്നാലും സാറിന്റെ ഫസ്റ്റ് ഓപ്പണിംഗിൽ ഒരു സ്പീച്ച് വളരെ ഒരു സൂപ്പറായി. അപ്പം എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ബെല്ലി സാറും സത്യമാഷും പല ലീഡേഴ്സും ഇതിലുണ്ട്. അപ്പം അവരും അതുപോലെ സംസാരിക്കും. അപ്പം എന്തായാലും എന്റെ പേര് സോമകുമാർ എന്നാണ്. സ്വദേശം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിലാണ്. ഞാൻ ഇപ്പം താമസിക്കുന്നത് കോഴിക്കോടാണ്, ഒരു 8 വർഷമായിട്ട്. അപ്പൊ ശൈലേഷ് സാറിന്റെ നാട്ടുകാരൻ തന്നെയാണ് ഞാൻ. ബെല്ലി സാറിനും ശൈലേഷ് സാറിനൊക്കെ ഒക്കെ അഡ്രസ് ഇങ്ങോട്ട് ചേഞ്ച് ആക്കി. അപ്പൊ നമ്മളൊരു 13 വർഷമായിട്ട് ഈ മൈലേഷ്യ എന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒരു വർക്കല്ല ഞങ്ങള്. കാരണം ഇവിടെ നിങ്ങൾ ഇപ്പം സാറിനെ പറഞ്ഞല്ലോ, ഒരുപാട് ലെജൻഡ് ഒക്കെ സംസാരിക്കാറുണ്ട്. നമ്മളെക്കാട്ടും വലിയ ലെജൻഡുമാര് ഇന്നത്തെ മീറ്റിംഗിൽ വിളിച്ചിട്ട് പോലും ഇല്ല. അതൊക്കെ വേറെ റേഞ്ചാണ്. ഓക്കെ, അപ്പം അത്രയും ആൾക്കാർ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഈ 13 വർഷം രാപ്പകലില്ലാതെ ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്തു. വരുമാനം പ്രതീക്ഷയിലാണ് എല്ലാവർക്കും വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ പല ആൾക്കാരും വരുന്നെങ്കിലും, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടെ ഹെൽത്ത് ആണ് കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. അപ്പം ഹെൽത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ കമ്പനി മാനേജ്മെന്റ് നമുക്ക് തരാൻ സാധിച്ചു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ സ്വതവേ ചില കമ്പനികളൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം മാർക്കറ്റ് ചെയ്തിട്ടാണ് അവരെ ടേൺ ഓവർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ മൈലേഷ്യലിന്റെ മാനേജ്മെന്റ് ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ തന്നെ. കാരണം അതിൽ ഒരു കോംപ്രമൈസും ഇല്ല കാര്യത്തിൽ. കാരണം ഒരു ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പം ലിഫ്റ്റിക്ക് മുതൽ ക്യൂടെക്സ് അങ്ങനെ കുറെ സാധനം ഇപ്പൊ ഇറങ്ങിയപ്പം ഒരു ബാച്ച് വന്നപ്പോ പിന്നെ പലയാളും പറഞ്ഞു സാറേ അത് കിട്ടാനില്ല. അത് ഫസ്റ്റ് സാമ്പിൾ വന്നതാ. അപ്പോഴത്തേക്ക് തന്നെ ഇത് ഉപയോഗിച്ച് പല ആൾക്കാർ ഇപ്പം പിടിയും വലിയാണ്. സാറിന് ഇപ്പൊ തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികള്, കോളേജ് കുട്ടികള് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അടുത്ത ബാച്ച് വരണം. പക്ഷെ കമ്പനി മാനേജ്മെന്റ് ഒരിക്കലും ഒരു മോശപ്പെട്ട സാധനം കമ്പനി മാനേജ്മെന്റ് മാർക്കറ്റ് ചെയ്യത്തില്ല. അത് ഒരു സാധനം നിർമ്മിച്ചിട്ട് അത് അത്രയും വലിയ ഗുണങ്ങൾ, അതായത് 90% മുകളിലോട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കമ്പനി മാനേജർ അത് വേണ്ടത് വെക്കുള്ളൂ. അങ്ങനെ വേണ്ടത് വെക്കാൻ ഒരു കമ്പനിക്കും ഇന്ന് ഇന്ത്യയിൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ സമയത്താണ് നമ്മളെ കമ്പനി മാനേജർ ഇത്രയും ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല സയന്റിസ്റ്റിനെ വെച്ചിട്ട് ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മളെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട്
ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടുന്നു. അപ്പം അതിനെന്ന് പറഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെയ്തിട്ട് നേരത്തെ സാർ പറഞ്ഞ ശൈലി സാർ പറഞ്ഞ പോലും ഹാർവസ്റ്റ് മുഖാന്തരം നമുക്ക് ഒരുപാട് നല്ല നോളജ് തരുന്നു. ഒരുപാട് ഡോക്ടേഴ്സ് ആണ് അതിൽ നമുക്ക് സംസാരിക്കുന്നത്. പിന്നെ പലതരം ട്രെയിനിങ്ങുകൾ, എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിന്റെ ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം കിട്ടിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ലെവലിലേക്ക് വളർന്നത്. എന്നാൽ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നമ്മളെല്ലാ ലീഡേഴ്സും മലബാറിൽ നിന്നും മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സും ഒറ്റക്കെട്ടാണ്. അപ്പൊ ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മുടെ കൂടെ വരുന്ന അത് ഇന്ന ആൾക്കാർ ഇന്ന ടീമൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് വലിയൊരു വടവൃക്ഷമാണ്. ആ വടവൃക്ഷത്തിന്റെ ഒരുപാട് ശിഖരങ്ങളാണ് നമ്മളെല്ലാവരും, അല്ലെ, ഓരോ ടീം എന്ന് പറഞ്ഞത്. അതിൽ ഓരോ ലീഫുകളാണ് നമ്മളെ കൂടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പൊ നമ്മൾ അവരിലൂടെയാണ് നമ്മളെ ഈ വലിയ വടവൃക്ഷം വളർന്ന് വലുതാകുന്നത്. അപ്പൊ ഉത്തരവാദിത്തം എല്ലായിരിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഒരു അജണ്ട ഇത്രയേ ഉള്ളൂ, നമ്മളെ കൂടെ നിൽക്കുന്ന ഇപ്പൊ നമ്മളിപ്പം കേരളത്തിലുള്ള ബിസിനസിനെ ഫാസ്റ്റ് ആക്കണം. കേരളമാണ് സെയിൽസിൽ മുൻപന്തിയിൽ. ഇടയ്ക്ക് വേറെ സ്റ്റേറ്റ് ഒക്കെ ആവും, പക്ഷെ നമ്മൾ വിടൂല. കാരണം ഇത്രയേറെ നോളജ് ഇല്ല, ഇത്രയും ബന്ധങ്ങള് പിന്നെ അതിന് വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാർ കേരളത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കമ്പനി മാനേജ്മെന്റിന് ഏറ്റവും ചെറിയ സ്റ്റേറ്റ് നമ്മളെ കേരളമാണെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ ഒരു അഭിപ്രായം അല്ലേ, ചെറിയ അല്ലേ, നമ്മളെ മാപ്പിലെ പടവലങ്ങ പോലത്തെ ഒരു സ്റ്റേറ്റ് ആണ് നമ്മളത്. അതെടുത്ത പോപ്പുലേഷൻ 3 കോടി സംതിങ് ആണ്. എന്നാൽ കർണാടകവും തമിഴ്നാടും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഡബിൾ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ സെയിൽസ് കൂടുതൽ എവിടെയാ? നമ്മളെ കേരളത്തിലാ. കാരണം ഈ നമ്മളെ കേരളത്തില് അത് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള നമ്മളാണ്. കാരണം നമ്മൾ ഒന്നിനും വിട്ടുകൊടുക്കില്ല, നമ്മൾ എല്ലാത്തിലും മുൻപന്തിയിലാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സെയിൽസും ഇവിടെയാണ് കൂടുതലുള്ളത്. പക്ഷെ നമുക്ക് ഇത് പോരാ. നമ്മൾക്ക് ഒരു കാരണവശാലും ഞങ്ങള് പിന്നെ ബോബി സാറോടൊക്കെ പറയും, ഏറ്റവും സെയിൽ കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് നമ്മളെ കേരളമായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. നമ്മളെ കേരളമായിരിക്കണം ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ അടിച്ചങ്ങോട്ട് കയറ്റണം. നമ്മളെ കൂടെ നമ്മളെ വിശ്വസിച്ചിട്ട് വരുന്ന പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും എല്ലാവർക്കും കമ്പനി മാനേജ്മെന്റ് നല്ല ഉൽപ്പന്നം കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നല്ല ഗുണം കിട്ടുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ പറയണത്, നമ്മളെ കൂടെ വരുന്ന വ്യക്തികള് ഇതിലൂടെ ഹെൽത്ത് മാത്രമല്ല വിചാരിക്കുന്നത്, വെൽത്ത് ക്രിയേഷൻ കൂടി, അത് കാശും വരുമാനം കൂടിയാണ്. ആ വരുമാനം എത്രയും പെട്ടെന്ന് ഒരു ടീം എന്ന് നോക്കാതെ, ഇന്ന ആള് വിങ്ങാണെന്ന് നോക്കാതെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായതുകൊണ്ട് നമ്മളെ കൂടെ ആൾക്കാർ ഇൻകം വർദ്ധിപ്പിക്കുക, ഇതാണ് നമ്മളെ മെയിൻ ലീഡേഴ്സ് എടുത്ത തീരുമാനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളെയും വിടാതെ എല്ലാരെയും അച്ചീവർ ആക്കാനുള്ള ആ പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 23